ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദേ വീടൊക്കെ പൂട്ടി ഇറങ്ങുന്നതേ ഒരു ചെറിയൊരു തീർത്ഥാടനം. രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നത് തീർത്ഥാടനം. മോളും ഞാനും കൂടെ പോവുകയാണ്. നേരെ വീട്ടിൽ ചെന്ന് അമ്മേനെയും നാത്തൂനെയും കൊച്ചിനെയും എല്ലാം വണ്ടി കയറ്റി നേരെ ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ വൈക്കത്തപ്പനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഒരുപാട് നാളായിട്ട് വൈക്കത്തപ്പൻ്റെയൊക്കെ പോയിട്ട് അന്ന് പിന്നെ അങ്ങോട്ടൊന്ന് പോയി ഭഗവാനെ കണ്ട് സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറി. അവിടെ ഇങ്ങനെ ഒരു നടപ്പാത നമുക്കുള്ളതുകൊണ്ട് നേരെ നടന്ന് നടയ്ക്കകത്തോട്ട് അങ്ങ് കയറാം. പിന്നെ ഞാൻ അപ്പുറത്ത് ചെന്ന് പൂമാലയും കൂവളമാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നടയിൽ കൊടുത്ത് നമ്മൾ ചുറ്റിനുമൊക്കെ ഒന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് കറങ്ങിയൊക്കെ ഒന്ന് വന്ന് അപ്പം എന്താ അവിടെ ഒരു സൈഡിലായിട്ടൊരു നന്ദിയെ വെച്ചിരിക്കുന്നു. ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുത് വന്നപ്പോൾ നല്ല ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ആലുണ്ട്. ആലിൻ്റെ ചോട്ടിൽ എൻ്റെ അമ്മ നിന്ന് നല്ലപോലെ അങ്ങ് നിന്ന് പ്രാർത്ഥിക്കുക, നാഗത്താൻ വരെ ഇരിക്കുന്ന. പിന്നെ മൊത്തത്തിൽ ഞാൻ ആ ഒരു അമ്പലം ഒന്ന് കവർ ചെയ്ത്, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്ലേസ് ഉണ്ട് അമ്പലത്തിന്. അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ പിന്നെ പോകുന്നത് ചോറ്റാനിക്കരയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ദേ ആനയെ പുറത്ത് തിടമ്പ കയറ്റി പോകുന്നു. ഞാൻ വെറുതെ ആണെങ്കിലും ഒന്ന് പറഞ്ഞു, ചിലപ്പോൾ കീഴ്ക്കാവലമ്മയും മേൽക്കാവലമ്മ ആയിരിക്കും എന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്തിട്ടാണ് അമ്പലത്തിലേക്ക് പോയത്. അമ്പലത്തിൽ പോയി നമ്മളവിടെ ചെന്ന് അകത്ത് കയറി വന്നപ്പോഴേക്കും എന്ത് അവിടെ ചെണ്ടമേളമൊക്കെ കേട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നു. എന്താണെന്നറിയാൻ വേണ്ടി നോക്കുമ്പം നമ്മൾ ആ റോഡിൽ കണ്ട ആ ആനകൾ രണ്ടും ദേവി ഇവിടുത്തെ ഭഗവതിമാരായിരുന്നു. അവരെയും കൊണ്ട് നേരെ അകത്ത് വന്നു. നമ്മൾ വന്ന് കയറിയ പുറകെ അവരും വന്നു. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ അതേ പൂരത്തിന് വേണ്ടിയുള്ള ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും എല്ലാം അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക പൂരത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കീഴ്ക്കാവിൽ പോകാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ നട ഓൾറെഡി അടച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നുകൊണ്ട് വെറുതെ ആ കുളമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നേരെ തിരിച്ചിങ്ങ് കയറിങ്ങ് പോന്നു. അപ്പോൾ അതൊക്കെ വന്ന് ഉത്സവ ബലി ആയതുകൊണ്ട് തന്നെ നമ്മളെ ആരെ അകത്തോട്ട് കയറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് പുറത്ത് നിന്ന് തൊഴുതും കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങ് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ശുഭരാത്രി നേരുന്നു.